ഏവർക്കും സൂപ്പർ ഐഡിയാസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എങ്ങനെ നമ്മളുടെ പെൻഡ്രൈവ് ഉപയോഗിച്ച് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് കൂട്ടാം, അതായത് നമ്മളുടെ പെൻഡ്രൈവ് എങ്ങനെ റാമാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായി ആവശ്യമായി വേണ്ടി വരുന്നത് ഒരു പെൻഡ്രൈവാണ്. ഓക്കെ, നമ്മുടെ പെൻഡ്രൈവ് അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക. റൈറ്റ് ക്ലിക്കിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം റെഡി ബൂസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അറ്റ്ലീസ്റ്റ് 235 MB എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ പെൻഡ്രൈവ് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് റാമാക്കി കൺവേർട്ട് ചെയ്ത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് കൂട്ടുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇത് നമുക്ക് പറ്റുകയില്ല. അപ്പോൾ ഞാൻ എൻ്റെ വേറൊരു ഡ്രൈവ് സെലക്ട് ചെയ്തു. അതായത് ഞാൻ ഓൾറെഡി പ്ലഗ് ഇൻ ചെയ്തിട്ടുള്ളതാണ്, അല്ലാതെ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കോ കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, ഞാൻ അപ്പോൾ റൈറ്റ് ക്ലിക്ക് അടിച്ചു. അതിൽ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തു. പ്രോപ്പർട്ടീസിൽ റെഡി ബൂസ്റ്റിൽ പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് റേഡിയോ ബട്ടൺസ് കാണും. അതിൽ യൂസ് ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി ഈ പെൻഡ്രൈവ് നമുക്ക് സ്ഥിരമായിട്ട് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ റാമാക്കി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റ് ദിസ് ഡിവൈസ് ടു റെഡി ബൂസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ യൂസ് ദിസ് ഡിവൈസിൽ ഞാൻ ടെമ്പററി ആയിട്ടാണ് ചെയ്യേണ്ടത്. പെർമനൻ്റ് ആയിട്ട് ചെയ്യാനാണ് ഈ നടുക്കിലത്തെ ഒരു ഓപ്ഷൻ. ഞാൻ അപ്പോൾ ടെമ്പററി ആയതുകൊണ്ട് യൂസ് ദിസ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതായത് നമ്മളുടെ പെൻഡ്രൈവിലുള്ള മെമ്മറി എന്തോരം എടുത്ത്, അതായത് കൺവേർട്ട് ചെയ്യാൻ എത്രത്തോളം നമ്മുടെ മെമ്മറി ഇതിൽ നിന്ന് നമ്മളുടെ പെൻഡ്രൈവിൽ നിന്ന് എടുക്കാം എന്നൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ അത് മാക്സ് ആക്കിയിട്ടു. ഓക്കെ, അതിനുശേഷം അപ്ലൈയിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാനായി സാധിക്കും വെറും 5 MB മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള അത്രയും ഉണ്ടായിരുന്ന അത്രയും സ്പേസ് ഇപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ റാമിന് വേണ്ടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു. ഓക്കെ, അതിനുശേഷം ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡൺ. സോ മെയിൻലി പക്ഷേ നമ്മളുടെ ഇതിൽ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സിസ്റ്റം ഇൻഫോർമേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഇൻസ്റ്റാൾഡ് റാം നമ്മളുടെ മുമ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള റാം, അതായത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള 8 GB തന്നെയായിരുന്നു. ഇപ്പോഴും ആ 8 GB തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്, കൂടുതലൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, സോ പക്ഷേ എന്നാലും നമ്മളുടെ ഇത് ബൂസ്റ്റ് ആയിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും. കാരണം ഞാൻ വീണ്ടും പ്രോപ്പർട്ടീസിൽ പോയി. ഇനിയിപ്പോൾ ഞാൻ അൺഡു ചെയ്യാൻ പോവാണ്. അതായത് എനിക്കിനി വേണ്ട, എനിക്ക് ഈ പെൻഡ്രൈവ് വീണ്ടും എനിക്ക് വേറെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്. സോ ഞാൻ യൂസ് ദിസ് ഡിവൈസിൽ ഡോണ്ട് യൂസ് ദിസ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നേരത്തെ ഉപയോഗിച്ച അത്രയും മെമ്മറി ഇപ്പോൾ അവിടുന്ന് നമുക്ക് റീസ്റ്റോർ ആയി കിട്ടി, നമ്മളുടെ ഡ്രൈവിലേക്ക് റീസ്റ്റോർ ആയി കിട്ടി. ഇങ്ങനെയാണ് നമ്മളുടെ പെൻഡ്രൈവിലെ മെമ്മറി ഉപയോഗിച്ച് നമ്മളുടെ കമ്പ്യൂട്ടറിനെ ബൂസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.